രാവിലെ പാൽക്കപ്പയായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ കൂടെയാണ് തീയൽ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുകൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ അതിലേക്കോട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 6 വെളുത്തുള്ളി കേട്ടോ, രണ്ടായിട്ട് കീറി അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ അരികളൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളിക്ക ചെറുതായി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ കേട്ടോ, അതുകൂടെ ചേർത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പുളി നോക്കിയിട്ട് വേണം തക്കാളിക്ക് ചേർക്കാൻ കേട്ടോ. നമുക്ക് ഇന്ന് നമ്മുടെ ഇവിടെ ചേർക്കുന്ന വാളംപുള്ളിക്ക് അത്ര പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു തക്കാളിക്ക് മുഴുവൻ ചേർത്ത്, അല്ലെങ്കിൽ പകുതി ചേർത്താച്ചാൽ മതി. പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. നമ്മളിങ്ങനെയാണ് മസാല ചേർക്കുന്നത്, അല്ലാതെ നമ്മൾ തേങ്ങയുടെ കൂടെ വറുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഇതിന് പുളി കുറവാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇത്ര ഉപയോഗിച്ചേക്കുന്നത്. പുളിക്കനുസരിച്ചുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിൽ ഒരു അരക്കപ്പിൽ താഴെ 2ാം പാൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയിൽ തിരുമ്മി വെച്ചേക്കുന്ന ചെമ്മീനിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ ചെമ്മീനിലൊന്ന് പിടിച്ച് വരുന്ന പോലെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ 1/4 കപ്പ് തേങ്ങ, 2 വറ്റൽമുളക്, ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാകണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറുകിയ ഒരു പരുവത്തിൽ നിൽക്കുകയാണ് ചാറ്. ഈ സമയത്ത് നമ്മുടെ നേരത്തെ അരച്ച അരപ്പ് ഇതിലൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകി നമ്മുടെ തീയൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ വറുത്തരയ്ക്കാത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ഒരു ചാറ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ പാൽക്കപ്പയ്ക്കകത്തോടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല എണ്ണ തെളിഞ്ഞ് ഒരു ചെമ്മീനും കൂടെ വെച്ച് പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയിട്ടാണ് തയ്യാറെടുപ്പില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ എന്നാ അച്ചു? അവിയലാണ്. പിന്നെ എന്നാ സച്ചു? സോയാബീൻ മസാലയാണ്. പിന്നെ ഒരു മുട്ട പൊരിച്ചത്. ഇന്ന് ഒഴിച്ചേറിയായിട്ട് വറുത്തരയ്ക്കാത്ത ചെമ്മീൻ തീയല കേട്ടോ. ഇതെങ്ങനെ വെക്കുന്നുള്ള വീഡിയോ നമ്മൾ ഇതിലൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ. നമുക്കിത് പൊതിയട്ടാം. ഉച്ചത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.